Шанування в пам'ять тих, хто віддав своє життя за нашу незалежність і свободу. Прошу, передавайте іншим. യുക്രൈൻ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് ജനറൽ ഒലക്സാണ്ടർ സിർസ്കിയെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പുറത്താക്കി. രാജ്യ തലസ്ഥാനമായ കീവിലും മറ്റ് നഗരങ്ങളിലും ദിവസങ്ങളായി നടന്നുവന്ന വൻ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെയാണ് നടപടി. മിഖായിലോ ഡ്രപ്പാറ്റിയെ പുതിയ സൈനിക മേധാവിയായി നിയമിച്ചു. അഴിമതി വിരുദ്ധ നിരീക്ഷണ ഏജൻസികളെ ദുർബലപ്പെടുത്തുന്ന നിയമം കഴിഞ്ഞ വേനൽക്കാലത്ത് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് സെലൻസ്കിക്ക് പിൻവലിക്കേണ്ടി വന്നിരുന്നു. ഇതിനുശേഷം തെരുവിലെ പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി അദ്ദേഹം നടത്തുന്ന രണ്ടാമത്തെ വലിയ ഭരണ പരിഷ്കാരമാണിത്. ശത്രുവിനുമേൽ വിജയം നേടുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യമെന്നും റഷ്യയെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ തക്കവിധമുള്ള സമ്മർദ്ദം ചെലുത്താൻ പുതിയ മാറ്റങ്ങൾ സഹായിക്കുമെന്നും സെലൻസ്കി സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി. സൈനിക കമാൻഡർമാരുമായി നടത്തിയ തുടർച്ചയായ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനമെടുത്തതെന്ന് യുക്രൈൻ പ്രസിഡന്റ് അറിയിച്ചു. മുൻ പ്രതിരോധ മന്ത്രി മിഖായലോ ഫെദോറോവിനെ സ്ഥാനത്ത് തിരിച്ചെടുക്കണമെന്നും പഴയ സോവിയറ്റ് ശൈലിയിലുള്ള കമാൻഡ് സംസ്കാരം പിന്തുടരുന്ന സിർസ്കിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ചർച്ചകൾ. സൈനിക നവീകരണത്തിന്റെ വക്താവായാണ് ഫെദോറോവിനെ പ്രതിഷേധക്കാർ കാണുന്നത്. റഷ്യക്കെതിരായ പോരാട്ടത്തിൽ സിർസ്കി നൽകിയ സംഭാവനകൾക്ക് സെലൻസ്കി നന്ദി അറിയിച്ചു. കീവ് പ്രതിരോധിക്കുന്നതിലും കാർകിവ്, കുർസ്ക് എന്നിവിടങ്ങളിലെ സൈനിക നീക്കങ്ങളിലും അദ്ദേഹം വഹിച്ച പങ്ക് വലുതാണെന്ന് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. യുക്രൈന്റെ മുൻനിര പോരാട്ടങ്ങളെ ശക്തമാക്കിയ സിർസ്കിയോടും സൈനികരോടും കടപ്പാടുണ്ടെന്നും ഇതേ കാഴ്ചപ്പാട് പുലർത്തുന്ന വ്യക്തിയാണ് പുതിയ മേധാവി മിഖായിലോ ഡ്രപ്പാറ്റിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുക്രൈനെ സേവിക്കാൻ കഴിയുന്നത് വലിയ അംഗീകാരമാണെന്നും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഈ യുദ്ധത്തിൽ അത് പൂർണ്ണ ഉത്തരവാദിത്തമാണെന്നും ഡ്രപ്പാറ്റി ഫേസ്ബുക്കിൽ കുറിച്ചു. സൈന്യത്തെ ശക്തിപ്പെടുത്താൻ സിർസ്കി നടത്തിയ നിരന്തര ശ്രമങ്ങൾക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. സൈന്യത്തിലാണ് താൻ വളർന്നതെന്നും രാജ്യത്തെ സംരക്ഷിക്കുന്ന ജനങ്ങളോടുള്ള ബഹുമാനത്തോടെയും പൂർണ്ണ ശ്രദ്ധയോടെയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോർപ്സ് സംവിധാനത്തിലെ പരിഷ്കാരങ്ങൾ, വേഗത്തിലുള്ള ആയുധ ഡ്രോൺ വിതരണം, റഷ്യൻ ആക്രമണങ്ങളെ നേരിടാൻ ശക്തമായ വ്യോമ പ്രതിരോധം, കൃത്യമായ മൊബിലൈസേഷൻ പ്ലാൻ എന്നിവ ഉൾപ്പെടുന്ന പുതിയ പ്രതിരോധ തന്ത്രം ഡ്രപ്പാറ്റിയും മറ്റ് കമാൻഡർമാരും അവതരിപ്പിക്കണമെന്ന് സെലൻസ്കി നിർദ്ദേശിച്ചു. ഫെദോറോവുമായി ചൊവ്വാഴ്ച പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയ സെലൻസ്കി സോവിയറ്റ് ശൈലിയിലുള്ള കമാൻഡ് സംസ്കാരവുമായി ഏറെക്കാലമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സിർസ്കി. സൈനികരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകുന്ന പുതിയ തലമുറയിലെ ജനറൽമാരെയാണ് തങ്ങൾക്ക് ആവശ്യമെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. യുദ്ധത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും നഷ്ടങ്ങൾ നിറഞ്ഞതുമായ ബക്മുത്ത് പ്രതിരോധത്തിന് നേതൃത്വം നൽകിയ സമയത്ത് സൈന്യത്തിനുള്ളിൽ കശാപ്പുകാരൻ എന്ന വിളിപ്പേരും സിർസ്കിക്ക് ലഭിച്ചിരുന്നു. സിർസ്കിയുമായി അടുത്ത ബന്ധമുള്ള സ്കെലിയ അസാൾട്ട് റെജിമെന്റിലെ പീഡനങ്ങളെക്കുറിച്ച് ജൂണിൽ യുക്രൈനിയൻ മാധ്യമമായ ബാബേൽ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. യുദ്ധമുഖത്ത് ശരാശരിയിൽ ഉയർന്ന നാശനഷ്ടങ്ങൾ ഈ യൂണിറ്റിനെ നേരിടേണ്ടി വന്നതായും നിരവധി പുതിയ സൈനികർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് അദ്ദേഹത്തിനെതിരായ ജനരോഷം കൂടുതൽ ശക്തമായത്. അതേസമയം യുക്രൈനിലെ യുദ്ധത്തിൽ സിവിലിയന്മാരുടെ മരണങ്ങൾ വൻതോതിൽ വർദ്ധിച്ചതായി ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. 2026 ആദ്യ 6 മാസത്തിനുള്ളിൽ യുക്രൈനിൽ 1390 സിവിലിയന്മാർ കൊല്ലപ്പെടുകയും 7978 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ജനീവയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ UN ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്ററിംഗ് മിഷൻ മേധാവി അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത് 37% വർധനവാണ് കാണിക്കുന്നത്. റഷ്യയും യുക്രൈനും സമീപകാലത്തായി വ്യോമാക്രമണങ്ങൾ കൂടുതൽ കഠിനമാക്കിയിട്ടുണ്ട്. റഷ്യ ബാലിസ്റ്റിക് മിസൈലുകൾ തുടർച്ചയായി പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ ആയുധങ്ങളുടെ കുറവ് യുക്രൈൻ നേരിടുന്നുണ്ട്. മറുപടിയായി റഷ്യൻ മണ്ണിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട യുക്രൈനും ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച റഷ്യയിലുണ്ടായ യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ 8 വെയർഹൌസ് ജീവനക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.